നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പച്ചക്കളവ് പറയുന്നുണ്ട് വട്ടൂരി കുഞ്ഞഹമ്മദ്. വെറും വിടുവായിത്താണോ എൻ്റെ അടുത്തുള്ളത്. കാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കുന്ന ഹദീസുകളും ആയത്തുകളും കൊടുന്ന് പ്രസംഗിക്കുന്ന സ്വഭാവമാണ് സംഘടനയിൽ നമ്മളതിൽ ആയിരുന്ന കാലഘട്ടത്തിലേ ഉണ്ടായിരുന്നത്. പിന്നെ അവനക്ക് കുറച്ച് ശബ്ദം ഉണ്ടായതുകൊണ്ട് പ്രസംഗിക്കാനുള്ള ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. പിന്നെ കുറച്ച് വാക്കുകളും എൻ്റെ അടുത്തുണ്ട് എന്നുള്ള നിലക്കും പ്രസംഗിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. അതല്ലാതെ കിതാബിലെ ഇബാറത്ത് പറയാനും മസ്അല പറയാനും ചരിത്രം പറയാനും ഓനെ ഏൽപ്പിക്കാറ് പതിവില്ല. അങ്ങനെ നമ്മളെ സംഘടനയിലായിരുന്ന കാലഘട്ടത്തിലേ പതിവില്ല. എന്നിട്ട് ഓനിപ്പോൾ ഒരു ഹദീസ് ഓതിയിട്ട് ആ ഹദീസിൻ്റെ അർത്ഥം വളരെ മോശമായ രൂപത്തിലാണ് പറയുന്നത്. യഥാർത്ഥ രൂപം മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങളവറുകൾ പറയുന്നുണ്ട്. ഏതായാലും ഓനൊന്ന് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഹഖ്ഖാ ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ യാതൊരു നിലക്കും പിശാചിന് മുത്തുനബിയാണെന്ന് അഡ്രസ് ചെയ്ത് കടന്നു വരാൻ കഴിയില്ല. കേട്ടില്ലേ? ലാ യതമസ്സലു ബി. അല്ലേ? ഒരുപാട് മുഅല്ലിമീങ്ങളുമാണ് കൂടുതൽ ചിലപ്പോൾ നമ്മളുടെ വീഡിയോ കാണാൻ സാധ്യതയുള്ളത്. ഇവിടെ ഇവൻ പറയുന്ന രംഗവും സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പറയുന്ന രംഗവും രണ്ടും രണ്ടാണ്. മഹാനായ ജിഫ്രി തങ്ങൾ ഇതുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പേരോട് ഉസ്താദ് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഏതായാലും ഓൻ്റെ വാക്കുകളൊന്നും കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞിട്ട് വരാനോ, റസൂലാണെന്ന് ധ്വനിപ്പിച്ചു വരാനോ, റസൂലാണെന്ന് തോന്നിപ്പിച്ചു വരാനോ ഒരു സാധ്യതയും ഇല്ല. ഒരു നിലക്കുള്ള സാധ്യതയില്ല എന്നാണ്. അഥവാ ശൈത്താനിക്ക് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞു വരാൻ അങ്ങനൊന്നും പറഞ്ഞു വരാൻ സാധ്യതയില്ല. അങ്ങനൊന്നും വരൂല. മുത്തുനബി അഡ്രസ് ചെയ്ത് സ്വപ്നത്തിൽ പിശാചിന് കടന്നു വരാൻ കഴിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവൻ പറഞ്ഞ ഈ രൂപത്തിലാണോ ഈ ഹദീസിന്റെ അർത്ഥം? പ്രിയപ്പെട്ട സഹോദരന്മാരെ, പണ്ഡിതന്മാർ ഇതിൽ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇവൻ പറഞ്ഞ രൂപത്തിൽ തന്നെയാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഈ ലക്ഷണം കെട്ടവൻ പറഞ്ഞത്? അബ്ദുസലാം സുല്ലമി അന്ന് പറഞ്ഞ അതേ വാദം എന്തേ മാളിയക്കൽ സഖാഫി, നിങ്ങളെ ഗുരുനാഥൻ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് ഇന്ന് പേന എടുക്കാൻ കഴിയുന്നില്ലേ? ഇന്നെന്തേ അയാളുടെ നാവനങ്ങുന്നില്ലേ? അന്ന് അബ്ദുസലാം സുല്ലമി പറഞ്ഞ അതേ പിഴച്ചവാദം ഇന്ന് നിങ്ങളുടെ താവളത്തിൽ നിന്ന്, നിങ്ങളുടെ പാളയത്തിൽ നിന്ന് സാക്ഷാൽ പേരോട്ടുകാരൻ വിസർജിക്കുന്നു ആ വഹാബി ആശയം. എന്തേ മറുപടി പറയാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുല്ലേ? ഏതാ ചഞ്ചലമായ ആദർശാടോങ്ങളത്? എന്റെ പേരോട് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഒരാൾ, ഇപ്പൊ റസൂലുള്ളാഹിനെ ഒരാൾ സ്വപ്നത്തിൽ കണ്ട റസൂലാന്ന് ഉറപ്പിക്കണമെങ്കിൽ ആരായിരിക്കണം കാണുന്നത്? ഒന്നുകിൽ സഹാബി ആയിരിക്കണം, ഇല്ലെങ്കിലോ അള്ളാഹുവിന്റെ റസൂലിന്റെ വിശേഷണം അത്രമാത്രം പഠിച്ചു മനസ്സിലാക്കിയ ഒരു പണ്ഡിതനായിരിക്കണം. ഇതല്ലാത്ത മറ്റൊരാൾ കണ്ടാലോ അത് പിശാചായേക്കാം. മഅദല്ലാഹ്. പച്ച നുണയാനിട്ടോ ഇയാളി പറഞ്ഞത്. വെള്ളം ചേർത്താത്ത ശുദ്ധമായ, അതെ, ഇവിടെ വളരെ കൃത്യമായി വലിയ കബളിപ്പിക്കലാണ് ഇയാൾ ഈ നടത്തിയത്. നട്ടാൽ മുളക്കാത്ത കടുത്ത കളവ് ഈ കാട്ടുകള്ളം പറഞ്ഞതാ, ഈ ചെങ്ങാതി പറഞ്ഞതാ. എന്നിട്ട് ഇതാത്ര അചഞ്ചലമായ ആദർശം. എങ്ങനുണ്ട് കേട്ടില്ലേ? എല്ലാവരും കേട്ടില്ലേ ഇവൻ ഈ പറയുന്നത്? അപ്പം ഇവനെന്താ സംഗതി എന്ന് വെച്ചാൽ ഇവന് AP വിരോധം, സംഘടനാ വിരോധം, പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ് ഇവരോടുള്ള വിരോധം, അതിന് വേണ്ടിക്കൊണ്ട് എന്തും പറയും. എന്തും പറയുന്ന എന്തും പറയും, എന്തും ചെയ്യും. അതിനൊന്നും യാതൊരു ബേജാറും പേടിയില്ല. അങ്ങനത്തെ ഒരു ജന്മം സാധനാണ് കുഞ്ഞഹമ്മദ്. ഓനെ ശരിക്കും എന്നാൾ പറഞ്ഞല്ലോ,
ഓനെ ശരിക്കെന്ത് ചെയ്യണം? ഓനെ നല്ലോണം സോപ്പിട്ട് ചോദിക്കണം എൻ്റെ ഉമ്മാനോട്, ഉമ്മ നിങ്ങളിൻ്റെ വാപ്പാന തന്നെ അല്ലേ, എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് ഓൻ ചോദിക്കണത് നല്ലതാണ്. കാരണം ഓൻ്റെ സംസാരം കേട്ടാൽ എന്തൊക്കെയോ ചെറിയ പിഴവ് ഓൻ്റെ ജനനത്തിലുണ്ടായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ഗ്രഹണം പിടിച്ച നേരത്തെങ്കിലും, സൂര്യഗ്രഹണോ ചന്ദ്രഗ്രഹണോ പിടിച്ച നേരത്തെങ്കിലും ആയിരിക്കും ഓനെ പെറ്റിക്കണത്. അല്ലാതെ ഒരു നല്ല കോലത്തിൽ ഉള്ള സമയത്തല്ല. ഓൻ്റെ സംസാരം കേട്ടിട്ട് മനസ്സിലാണത്. അല്ലെങ്കിൽ പിന്നെ പുക്കൾ കൂടി മുറിച്ചാൽ മറന്നിട്ടുണ്ടാവും. പിന്നെ അതിങ്ങനെ ഉണങ്ങി പിടിച്ചുകാണ്ട് അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ വിഷയം പേരോട് ഉസ്താദ് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ഇതിൻ്റെ പോയിന്റ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. ഇവിടെ ഈ വിഷയം അഹ്ലുസുന്നയുടെ വാദമാണ്. അഹ്ലുസുന്നയുടെ വാദം എന്താണ് എന്ന് നമ്മുടെ മഹാനായ ജിഫ്രി തങ്ങളെന്നാണ് വിശദീകരിക്കട്ടെ. പേരോട് ഉസ്താദും പൊന്മള ഉസ്താദും പറഞ്ഞതിനേക്കാൾ ഒരു പടി ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാര് ജിഫ്രി തങ്ങൾ. ഉറക്കത്ത് പോയി നമ്മളും കാണുമല്ലോ, പലരും കാണും. കണ്ടത് അവരാവും ചെയ്യുക, അല്ലാതാവും ചെയ്യുക, അത് വേറെ സംഗതി. നമ്മൾ കണ്ടുകൊണ്ട് കണ്ടവരായിക്കോളൊന്നുമില്ല. അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കോളൊന്നുമില്ല. റസൂലാൻ്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂലെന്ന് വന്ന് പറയും എന്നോട്, മനസ്സിലായ? അപ്പോൾ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. കോഞ്ഞേമതേ വട്ടൂരി ഇപ്പം അറിയണത് പേരോടല്ല, അല്ലെങ്കിൽ പൊന്മളല്ല, അല്ലെങ്കിൽ ഖലീൽ തങ്ങളല്ല. മനസ്സിലായോ? ഈ പറയുന്നതാണ് ജിഫ്രി തങ്ങൾ അറിയും. ഇജ് പറയുന്ന സമസ്തയുടെ പ്രസിഡൻ്റായ ജിഫ്രി തങ്ങളാണ് ഈ പറയണത്. മനസ്സിലായോ എനിക്ക്? ജിഫ്രി തങ്ങളാണ് ഈ പറയണത്. പേരോട് ഉസ്താദ് പറഞ്ഞ അതേ വാദം. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരും, അതാണ് ആ ഹദീസിന്റെ അർത്ഥം. അല്ലാതെ നമ്മൾ ആ റസൂലാനെ കണ്ട റസൂലാനെ എന്നുള്ള അർത്ഥത്തിലല്ല. അത് ശൈത്താനിക്ക് റസൂലാന്റെ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ സാധ്യത. കേട്ടില്ലേ? ശൈത്താനിക്ക് റസൂലുള്ളാന്റെ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ സാധ്യമല്ല. കുഞ്ഞാമതെ, ശൈത്താനിക്ക് റസൂലുള്ളാന്റെ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ സാധ്യമല്ല. പിന്നെയോ? അപ്പോൾ റസൂൽ ആരാന്ന് മനസ്സിലാക്കണമെങ്കിൽ റസൂലാൻ നമ്മൾ കാണണ്ടേ? അപ്പം അതെന്തോ ആവട്ടെ. റസൂലുള്ള ആരാണെന്ന് അറിയണമെങ്കിൽ റസൂലുള്ളാനെ നമ്മൾ കാണണ്ടേ? ശരിക്ക് പേരോട് ഉസ്താദ് പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ, അതിനേക്കാൾ ഒന്നും കൂടി ശക്തമായിട്ട് വിഷയങ്ങൾ ജിഫ്രി തങ്ങൾ പാപ്പ പറഞ്ഞു കണ്ടിട്ടോ. ഞാൻ അത് കട്ട് ചെയ്ത് കണ്ട് കൊടുത്താണ്. ഒരുപാട് സംഗതികൾ. അഥവാ ഷെയ്ത്താൻ വന്നിട്ട് പറയാണ് ഞാൻ മുഹമ്മദ് നബിയാണ് എന്ന് ഷെയ്ത്താന് പറയാം. അത് നബിയല്ലല്ലോ, നബി ആയിക്കൊള്ളണമെന്നില്ലല്ലോ. ഷെയ്ത്താൻ വന്നിട്ട് പറയാണ് ഞാൻ മുഹമ്മദ് നബിയാണ്, അത് ഷെയ്ത്താന് പറയാം. അതേ വാദം തന്നെയാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. അതേ വാദം തന്നെ പൊന്മള ഉസ്താദ് പറഞ്ഞത്. അതേ വാദമാണ് സുന്നത്ത് ജമാഅത്തിന്റെ വാദം. ഷെയ്ത്താൻ അങ്ങനെ വന്ന് പറയാം ഞാൻ മുഹമ്മദ് നബിയാണെന്ന് പറയാം. പല ആളുകൾക്കും കയറി വന്ന് കണ്ട് പറയല്ലേ ഞാൻ ഇന്ന ആളാണെന്ന്. പക്ഷെ അതായിക്കൊള്ളുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ രൂപപ്പെട്ടു വരാൻ ഷെയ്ത്താന് സാധ്യമല്ല. അത് കഴിയൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞാണ്, എൻ്റെ രൂപത്തിൽ ഷെയ്ത്താന് പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ ഷെയ്ത്താന് വരാൻ സാധിക്കൂല. എന്നാൽ ഷെയ്ത്താൻ വന്നിട്ട് പറയാണ് ഞാൻ മുഹമ്മദ് നബിയാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞേക്കാം, പക്ഷെ അത് കളവാണ്, സംഭവം യഥാർത്ഥമല്ല. ഇവർ കുരുവട്ടൂരികൾ പറഞ്ഞത് അങ്ങനെയും പറയാൻ പറ്റൂല, അങ്ങനെയും പറയാൻ പറ്റൂല. എന്താ അപ്പം ഈ പറയുന്നതിന് അർത്ഥം? അപ്പോൾ ഇതൊക്കെ നമ്മളോടിപ്പോൾ ഈ പറഞ്ഞതൊക്കെ ആരാണ്? ഇതിപ്പോൾ സമസ്തയുടെ പ്രസിഡൻ്റാണ് ജിഫ്രി തങ്ങൾ പാപ്പ ഈ പറഞ്ഞത്. അതുപോലെ എ പി ഉസ്താദും അതുപോലെ എല്ലാവരുടെയും സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാവരുടെയും വാദം ഇത് തന്നെയാണ്. ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു വാദമൊന്നും അല്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വാദം. ജിഫ്രി തങ്ങൾ പാപ്പ പറഞ്ഞതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വാദം. മറ്റേത് സുന്നത്ത് ജമാഅത്തിൻ്റെ വാദമല്ല. മറ്റേതൊരു
പിന്നെ എന്താ പറയുക വട്ടോം ഭാഷയുടെ വാദമാണ്. അത് ഇസ്ലാമിൻ്റെ വാദമല്ല. അത് നമ്മളെ സുലൈമാൻ ബാവയ്ക്ക് അംഗീകരിച്ച വാദമാണ്. സുലൈമാൻ ബാവാൻ്റെ പാട്ടൊന്ന് കേട്ട് നമുക്കത് അവസാനിപ്പിക്കാം. നിങ്ങൾ മരിക്കും, ഞാനിവിടെ തന്നെയുണ്ടാകും. സുലൈമാൻ ബാവ കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞത്രേ. നൗഷു വിശദീകരിക്കുന്നു. നിങ്ങൾ മരിക്കും, ഞാനിവിടെ തന്നെയുണ്ടാകും.